ക്ഷേത്ര പ്രക്ഷോഭം അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് 1917 നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭം. കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം. കെ.പി. കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, സി. കൃഷ്ണൻ എന്നീ 3 പേർ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19-നാണ്. ഡോക്ടർ എം.ഇ. നായിഡു കമ്മിറ്റി സെക്രട്ടറിയും മുത്തുസ്വാമി വോളണ്ടിയർ ക്യാപ്റ്റനുമായിരുന്നു. ഈ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, പി.സി. താണുമാലയ പെരുമാൾ, ഗാന്ധിദാസ് എന്നിവർ. സത്യാഗ്രഹം പുനരാരംഭിച്ച വർഷം 1930 മെയ് 12-ന്. പുനരാരംഭിച്ചപ്പോൾ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റനായിരുന്നത് ഗാന്ധി രാമൻ പിള്ളയായിരുന്നു. കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1925 നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയാണ് ആര്യ സമാജം. സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ആനന്ദതീർത്ഥൻ, വേദബന്ധു അല്ലെങ്കിൽ വെങ്കിടാചലം അയ്യർ. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.